പ്രിയപ്പെട്ടവരെ, എല്ലാവരിലും പരമകാരുണികന്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് വ്യാഴാഴ്ച, ചന്ദ്രമാസം 28 ജമാദുൽ ആഖിർ 28 വ്യാഴാഴ്ചയാണ് ഇന്ന്. ചന്ദ്രമാസവുമായി ബന്ധപ്പെട്ട് ഞാൻ ഇതിനു മുമ്പ് 3-4 വീഡിയോകൾ ചെയ്യുകയുണ്ടായി. ചന്ദ്രമാസത്തിന്റെ അടിസ്ഥാനം ചന്ദ്രന്റെ സ്വയം ഭ്രമണവും ഭൂമിക്ക് ചുറ്റുമുള്ള അതിൻ്റെ പരിക്രമണവുമാണ് എന്നാണ് അതിൽ ഞാൻ വിശദീകരിച്ചത്. ഒരു ഭ്രമണ പരിക്രമണം ആരംഭിച്ച് 29ാമത്തെ ദിവസമാണ് അത് അവസാനിക്കുന്നതെങ്കിൽ ആ മാസം 29-ൻ്റേതും, 30ാമത്തെ ദിവസമാണ് അവസാനിക്കുന്നതെങ്കിൽ ആ മാസം 30-ൻ്റേതുമാണ് എന്നാണ് നാം പറഞ്ഞു വെച്ചത്. ഈ മാസം, ഈ ചന്ദ്രമാസം 30ാമത്തെ ദിവസമാണ് ചന്ദ്രന്റെ ഭ്രമണ പരിക്രമണങ്ങൾ അവസാനിക്കുന്നത്. അതുകൊണ്ട് ഈ ജമാദുൽ ആഖിർ മാസം 30-ൻ്റെ മാസമാണ്. ഇത് നമുക്ക് പ്രകൃതിയിൽ അടയാളങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് രാവിലെ സൂര്യോദയത്തിന് മുമ്പായിട്ട് കിഴക്കൻ ചക്രവാളത്തിലേക്ക് നോക്കിയിരുന്നുവെങ്കിൽ നമുക്ക് വളരെ നേരിയ ഒരു ചന്ദ്രക്കല കാണാൻ കഴിയുമായിരുന്നു. നാളെ അതൊന്നുകൂടി നേരിയതായി മാറുകയും ചക്രവാളത്തിലെ സൂര്യന്റെ സ്ഥാനവുമായിട്ട് ഒന്നുകൂടി അടുക്കുകയും ചെയ്യും. മറ്റന്നാൾ അത് ചക്രവാളത്തിൽ സൂര്യന്റെ സ്ഥാനവുമായിട്ട് ചന്ദ്രന്റെ സ്ഥാനം സംഗമിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇലുമിനേഷനും ചന്ദ്രക്കലയുടെ സൂര്യനുമായുള്ള കോണകലവും 0 ആകുന്ന ദിവസമാണ്. അന്ന് ഭൂമിയിൽ നിന്ന് ചന്ദ്രനെ കാണുക സാധ്യമല്ല. ഇതാണ് ഒരു ചന്ദ്രമാസം അവസാനിക്കുന്നതിൻ്റെ അടയാളം. ശനിയാഴ്ച ചന്ദ്രമാസം അവസാനിച്ചു കഴിഞ്ഞാൽ ഞായറാഴ്ച അടുത്ത മാസം തുടങ്ങുമെന്ന കാര്യം വ്യക്തമാണല്ലോ. അതുകൊണ്ട് തന്നെ ഞായറാഴ്ച അടുത്ത ചന്ദ്രമാസമായ റജബ് 1 എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ ഏതൊരു സാധാരണക്കാരനും പ്രകൃതിയെ നിരീക്ഷിച്ചുകൊണ്ട് ചന്ദ്രമാസം എന്ന് അവസാനിക്കുന്നു, അടുത്ത മാസം എന്ന് തുടങ്ങുന്നു എന്ന് കേവല നിരീക്ഷണത്തിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാണെങ്കിൽ നിരീക്ഷണങ്ങൾക്ക് പുറമെ ഓരോ ചന്ദ്രമാസത്തിൻ്റെയും ഭ്രമണ പരിക്രമണങ്ങൾ എത്രാമത്തെ ദിവസം അവസാനിക്കുന്നു എന്ന് നമുക്ക് കണക്ക് മുഖേന അറിയാൻ കഴിയും. 2000-ഓ 3000-ഓ വർഷം കഴിഞ്ഞ് വരുന്ന ഒരു ചന്ദ്രമാസമായാലും ആ മാസത്തിൽ ഇത്ര ദിവസങ്ങളുണ്ട് എന്ന് നമുക്ക് ഇന്ന് നിർണ്ണയിക്കാൻ കഴിയും. വളരെ കൃത്യമായിട്ട് നിർണ്ണയിക്കാൻ കഴിയുമെന്നുള്ളതാണ് വസ്തുത. ചന്ദ്രമാസത്തിൻ്റെ കൃത്യത നമുക്ക് ബോധ്യപ്പെടുമ്പോൾ ചന്ദ്രമാസ നിർണയ രംഗത്ത് ഇന്ന് നിലനിൽക്കുന്ന അനിശ്ചിതത്വത്തെക്കുറിച്ച് നമ്മൾ ആശ്ചര്യപ്പെട്ടു പോകും. കാരണം ഒരിക്കലും അങ്ങനെ ഒരു അനിശ്ചിതത്വമുള്ള ഒരു സംവിധാനമല്ല ഈ ചന്ദ്രമാസം എന്ന് പറയുന്നത്.